കുറച്ച് കുറഞ്ഞു പോയോ ചേട്ടാ? ഞാൻ അങ്ങനെ പറഞ്ഞല്ല, തമാശയൊക്കെ ചോദിച്ചു. അല്ല അതെ, ഇന്നാണ് നമ്മളെ ഓഫീസിന്റെ ഇനാഗ്രേഷൻ. 20 ശനിയാഴ്ച 11 മണിക്കാണ്. അപ്പോൾ ഇത് വൈകുന്നേരം ടൈമാണ്. ഇപ്പം നമ്മൾ എല്ലാവരും രാവിലെ തന്നെ മാറ്റി കീഴാണ്. ഇന്നലെ ഓഫീസെല്ലാം സെറ്റ് ചെയ്ത് കുറേ നേരം പെയ്യുന്നില്ല, രാത്രി ഉറങ്ങി എണീച്ച് ആ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ കിഞ്ഞി ഇടുന്ന് വേഗം പോകണം. ഇന്ന് എല്ലാവരും വരുന്നുണ്ട്. അതെ, നമ്മൾ കുറച്ച് സുഹൃത്തുക്കളും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ്, നാട്ടിലുള്ള സുഹൃത്തുക്കളായിട്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പരിപാടിക്ക് പോവാം. എല്ലായിടത്തും പരിപാടിക്ക് നമ്മൾ ഇങ്ങനെ ഗസ്റ്റായിട്ട് പോകും. ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ചില സമയം. പക്ഷേങ്കിൽ ഇത് നമ്മൾ ഗസ്റ്റ് അല്ല, അതുകൊണ്ട് ഇത്ര ഒരുങ്ങണ്ട കേട്ടാ. വരുന്നവരാണ് നമ്മൾ ഗസ്റ്റ്. അപ്പോൾ ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഗസ്റ്റ് ആയിട്ട് പോകുന്നതല്ലേ. അപ്പോൾ എന്തായാലും രസമായിട്ടുണ്ട്. ഈ ഒരു ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. ഇതെന്ന് പറഞ്ഞാൽ 2 വർഷം മുന്നാണ് ഞാൻ ഈ ഒരു സാധനം എൻ്റെ ഇഷ്ടത്തിന് ഭയങ്കര ആഗ്രഹിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ ഇതെങ്ങനെയുള്ള ഇത് ഓണിനുള്ളതാണ്, പുറത്തേക്ക് കാണിക്കാം. ധാവണി സെറ്റാണ്. ധാവണി എടുത്തിട്ട് കാണുമെന്നുള്ളത് ഏത് ഭർത്താവിൻ്റെ ആയാലും ഏത് കാമുകൻ്റെ ആയാലും ഏത് എങ്ങനെയായാലും പണിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മളെ ധാവണി എടുത്തത്, ധാവണി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മൊഞ്ചാണ് കാണാൻ. ഒരു രസമല്ലേ ധാവണി എടുത്തിട്ട് വയൽക്കരയിലോട്ട് നടന്നു തരുക, നമ്മളതിനടുത്ത് പോകുമ്പോൾ. അത് പറയാൻ കഴിയില്ല പിന്നെ സാറേ. അപ്പോൾ അത് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അന്നേരം മഞ്ഞ ധാവണിയെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ധാവണി കണ്ടപ്പോൾ മേടിച്ചു കൊടുത്തു. പക്ഷേ ധാവണി മേടിച്ചു കൊടുത്തു അടിച്ചിട്ടെല്ലാം സെറ്റായിട്ട് വെച്ചതാണ്. അപ്പൊക്ക് വിശേഷമായി എനിക്കൊരു ഷൂട്ടിന്. പിന്നെ വേണ്ടായിട്ട് ഞാൻ അങ്ങനെ ക്ഷീണം കൊണ്ട് കളിച്ചു. പിന്നെ വയറെല്ലാം കുറച്ച് തടിയെല്ലാം ആയി. പിന്നെ ഇടാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഇത് നോക്കും ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം കവി ഒരുക്കി ഇതെടുത്തിട്ട് ആ കവി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തടി കുറച്ചിട്ട് ഈ ഡ്രസ്സ് ലൂസാക്കി. അടിപൊളിയായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത്ര ടൈറ്റുള്ള സാധനം ഇങ്ങനെ ലൂസാക്കിയാണ്. ആരെല്ലാം ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കവി ഇങ്ങനെ മെലിഞ്ഞാലും. അപ്പോൾ അതിൻ്റെ ഒരു ദിവസം നമുക്ക് വീഡിയോ ആയിട്ട് ഒന്ന് ചെയ്യാം. കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചെയ്യാം. അപ്പോൾ ഇത് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൻ്റെ ഇനാഗ്രേഷനാണ്. ഓഫീസിൻ്റെ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇപ്പം ഇത് ബ്ലൗസിന് തരും വരട്ടെ. അപ്പോൾ എന്തെല്ലോ നടക്കുന്നുണ്ട്, ഋഷിക്കലിൽ ഒച്ചയാക്കുന്നുണ്ട്. ബ്ലൗസിൽ വർക്ക് കണ്ട നല്ല. ആ സമയത്ത് 2 വർഷം മുന്നേ അങ്ങനെ ഒച്ചപ്പാടം തുടങ്ങിയേട്ടാ. വെറ്റിക്കാരെന്തോ അടി നടക്കുന്നുണ്ട്. അന്നേരം അവരെ പേജിന്റെ പറയാൻ വേണ്ടിട്ട് ഉടുക്കുമ്പോ പറയാച്ചിട്ട് വെച്ചാണ്. പിന്നെ ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. കഴുത്തിന്റെ ഇത് അവര് കുട്ടീനെ നല്ല ഇത് ചെയ്തു അന്ന്. പക്ഷെ അന്നേരം ബ്ലൗസ് ഇടാത്തോണ്ട് അങ്ങനെ നിന്നുപോയി. ഇങ്ങനെ കുട്ടീനെ ഇത് കൊടുക്കുക ആരെങ്കിലും ഇങ്ങനത്തെ ഇഷ്ടമുള്ള ഇത് ഹാൻഡ് വർക്കാണ്. നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. നമ്മളെ മയില് ദുർഗയാണ് നമ്മൾ അടിച്ചിന്, ദുർഗ ടൈലേഴ്സിന് എടുക്കുന്നതാണ്. അപ്പൊ അവരെ ആ കുട്ടീനെ അതെ ചെയ്തു തന്നത് ഹാൻഡ് വർക്കാണ്, നല്ല വർക്കാണ്. അതെ, പേജ് കൊടുക്കാറുണ്ട്. നമ്മൾ കൊടുക്കാർക്ക് ആവശ്യമുള്ള കോൺടാക്ട് ചെയ്തോട്ടെ. മൈക്കിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, എന്താണെന്ന് അറിയില്ലേ. അപ്പോൾ അങ്ങനെ ഫോണൊന്ന് ചേഞ്ച് ആക്കി നമ്മൾ. എന്ന് വെച്ചാൽ പോവാൻ കഴിയുമ്പോൾ മൈക്കിന് കംപ്ലൈൻറ്റ് ഉണ്ട്. അനു എത്തിയിട്ടുണ്ട്. ഹായ്. അനു ഇതാരാണ് തിരിയുന്നില്ല കേട്ടാ. കണ്ണെന്താ കൊണ്ടിട്ടുണ്ടാ? അടിപൊളിയായിരുന്നു കേട്ടോ. എന്നാണ് കളിക്കുന്നത് പൊങ്ങലേരിട്ട്. അല്ല മുടി അയച്ചിട്ടില്ല. മുടി നല്ല രസമില്ലേ? വൈറ്റ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. മാമ സെറ്റ് ചെയ്ത് കൊടുത്തേട്ടാ, നല്ല രസമില്ലേ? ഒന്നും പറയുന്നില്ല, അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ആര് സെറ്റ് ആക്കിയത്? രണ്ടു കണക്കന്നെ, മാമിനെ ഞാൻ സെറ്റ് ആക്കിയല്ലേ. എല്ലാരും വൈറ്റിട്ടാ. ആ ഋഷിക്ക് റെഡി ആയിട്ടുണ്ട്. റെഡിയല്ലേ? എല്ലാരും റെഡി, ചേച്ചി റെഡി ആയിട്ടുണ്ട്. നമ്മള് കുറച്ചാൾ ഇങ്ങനത്തെയാണ് കേട്ടോ കളറ്. നിങ്ങളെല്ലാരും പല്ലല്ലേ, അതുകൊണ്ട് നമ്മൾ കുറച്ചാൾ നമുക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു മാറ്റത്തിന് വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഫാമിലിയിലും വളർച്ചയിലും അവരുടെ സന്തോഷങ്ങളിലും അവരെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗ സുഹൃത്തുക്കളുമാണ്
നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും എന്ത് സ്വപ്നങ്ങളുണ്ടെങ്കിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനായ ഒരിടം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദിസ് ദ പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എന്ത് ആഗ്രഹങ്ങളും എന്ത് സ്വപ്നങ്ങളും അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ മുൻപിലേക്ക് KBro ബിജുവേട്ടൻ അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാവരും ചേർന്ന് ഒരു വലിയ സംരംഭത്തിന് എന്നിവിടെ തുടക്കമിടാൻ പോവുകയാണ്. ഈ ഒരു വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. KBro ബിജു തുടങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അക്ഷയ് ഉൾപ്പെടെയുള്ള ബിജുവേട്ടന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളിലും അങ്ങനെ കുറെ പേരുടെ ഒത്തുചേരൽ കൂടിയുണ്ട്. ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല, ഒന്നും അവർ ആവശ്യപ്പെടുന്നില്ല. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷം, അതിന്റെ ഹാപ്പിനെസ്, അതിന്റെയൊക്കെ ഭാഗമാകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ വിജയ സംരംഭം എന്നാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അന്നും ഇന്നും എന്നും ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തുടരാൻ പറ്റുക എന്ന് പറയുന്നത് സാധാരണക്കാരായി നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നമുക്കൊക്കെ ഒരു ചെറിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെ നമ്മൾ പോകും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇടപെടും, എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ചർച്ചയിലായിരിക്കും നമ്മൾ. പക്ഷേ ബിജുവേട്ടൻ ജനിച്ച നാട്, അദ്ദേഹം വളർന്ന മണ്ണ്, അദ്ദേഹമാക്കി മാറ്റിയ നാട്ടുകാർ, അവരുടെ ഇടയിലേക്ക് അന്നും ഇന്നും എന്നും ഒരു സാധാരണക്കാരനെ പോലെ വളരെ സിമ്പിളായി ജീവിക്കാൻ പറ്റുന്ന എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, നിങ്ങൾ മാത്രമേ അങ്ങനെ എനിക്ക് കാണാൻ പറ്റൂ. അങ്ങനെ ഒരാളെ മാത്രമേ ഭൂമിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങളും അങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. അപ്പൊ നല്ലൊരു കൈയടികളോട് കൂടെ തന്നെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിന്റെ ഓൾ റൗണ്ടർ എന്ന് പറയാം. ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ, ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ അതൊക്കെ നേടിയെടുക്കാനായിട്ട് അതിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നമുക്ക് അമരത്തിരുന്ന KBro ബിജു എന്ന് പറയുന്നത് റിയൽ ഞങ്ങളുടെ ഹീറോ തന്നെയാണ്. ദ ഹീറോ അങ്ങനെ തന്നെ പറയണം. നല്ലൊരു കൈയടികളുമായി ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. KBro's കൺസൾട്ടൻസിന്റെ ഓൾ ഇൻ ഓൾ റൗണ്ടർ. അദ്ദേഹത്തോടൊപ്പം തന്നെ ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേര്, നിങ്ങൾക്ക് ബിജുവിന്റെ സ്വഭാവം വളരെ നന്നായിട്ട് അറിയാം. ഒരു അംഗീകാരവും ഒരു ആദരവും ഞാൻ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ബിജുയുടെ സ്വന്തമായിട്ട് നേടിയെന്ന് നമ്മൾ എത്ര ആവർത്തി പറഞ്ഞാലും അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുന്ന പോലില്ല. അങ്ങനെയുള്ള വാക്കുകളൊന്നും അദ്ദേഹം ആഗ്രഹിക്കുക പോലില്ല. അത് 100% ഷുവർ ആണ്. അപ്പൊ ഇപ്പോഴും എന്നോട് പറയുന്നത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ആ കാണിക്കുന്ന ആളെ നിങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെ ചങ്ക് പോലെ കൂടെ നടക്കാൻ കുറെ ആളുകൾ ഉണ്ടാവുമെന്ന് പറയുന്നത് അത് ആ വ്യക്തിയുടെ ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെ? അപ്പൊ വേറെ എവിടേക്കൊക്കെ നമുക്ക് പോകാം, വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷെ അതൊന്നും വേണ്ട, നിങ്ങൾ മതി അല്ലെങ്കിൽ നമ്മൾ മതി എന്നുള്ളൊരു ടീം വർക്ക് ഉണ്ടല്ലോ. ആ കൂട്ടത്തിലേക്ക് എടുത്തു പറയേണ്ട പേര് അക്ഷയുടെ പേരാണ്. ഒരു നല്ല കൈയ്യിൽ നമ്മൾ അക്ഷയ്ക്ക് കൂടി കൊടുക്കുകയാണ്. ഞാൻ അവരെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളൊന്നൊരു വെൽക്കം അല്ലെങ്കിൽ നിങ്ങളൊരു ഹാപ്പിനെസ് ഷെയർ ചെയ്ത് നമുക്ക് നേരെ നാടൻ മുറിച്ചുകൊണ്ട് ഈ ഭരണത്തിലേക്ക് നീങ്ങാം. ഇന്ന് ഒരുപാട് ഇനോഗ്രേഷൻ വേണ്ടിയിട്ട് അതിഥികൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടിച്ചേട്ടൻ ഒന്ന് സ്റ്റേജിലേക്ക് വരാം. അക്ഷയ് ഞാൻ അവരൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാ ഭാവങ്ങളും നേർന്ന് എല്ലാ പ്രതീക്ഷകളും നേർന്ന് ഒത്തിരി സന്തോഷത്തോടെ കൺഗ്രാജുലേഷൻസ് ആദ്യം പറയാണ്, അല്ലെ? അങ്ങനെ എല്ലാവർക്കും ഇവിടെ വന്നതിനായിരിക്കും നമ്മളെ സ്നേഹത്തിലേക്ക് വന്ന് നമ്മൾ വിളിച്ചപ്പോൾ എല്ലാവരും എത്തി. കുറെ പേര് എത്താണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിച്ചുള്ളൂ. സാധാരണ എല്ലാവർക്കും അറിയിച്ചു, പ്രസിഡന്റിനെ വിളിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷമാണ് തന്നെ. പിന്നെ ഇരിക്കേണ്ട രീതി മെയിലാന്ന് പുറത്ത് എന്നുള്ളതായിരിക്കും ഇതാക്കുന്നില്ല, വേഗം പറയാം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും അക്ഷയും കൂടി കഴിഞ്ഞ കൊറോണ സമയത്ത് നമ്മൾ ചെറുപ്പത്തിലെ ഉള്ള എനിക്കറിയാം, എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത്രയും ചെറുപ്പത്തിലുള്ള ബന്ധമാണ്. അതിനുശേഷം നമ്മൾ ഒരുപാട് സ്റ്റേജുകളിൽ പരിപാടി, ആത്മാർത്ഥമായ ആഗ്രഹം സിനിമയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറെ അതിനുവേണ്ടി ചെയ്തുകൊണ്ടേണ്ട്. അങ്ങനെ ആ വഴിയിൽ നമ്മൾ ഒരുപാട് കൊറോണ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ കൃഷി മീൻ കൃഷിയാണ്. മീൻ കൃഷി ചെയ്തു. കൃഷി അതിന് മുന്നേ കൃഷി നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ ഫ്ലോപ്പായ ഒരു കൃഷിയാണ് മഞ്ഞൾ കൃഷി. ഇതിന്റെ വീടിന്റെ മേലെ ഒരു മഞ്ഞൾ കൃഷി എന്ന് പറഞ്ഞാൽ മരീച്ചിന്റെ വീടിന്റെ മേല അറിയാൻ പോകുന്നു, അറിയാൻ തുടങ്ങുന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെ കുറെ കൃഷിയൊക്കെ ഇങ്ങനെ പരിപാടി നമ്മൾ സ്റ്റാർട്ടായി അങ്ങനെ നമ്മൾ ചാനലോട് വന്നു. സിനിമയാണ് രണ്ടാമത്തെ ഇത്. പക്ഷേ അതിനിടയ്ക്ക് ഒരു സിനിമ ഡയറക്ട് ചെയ്തു. അതിന്റെ നമ്മൾ രണ്ടാളും കൂടി അതിങ്ങനെ ചെയ്തു. അതിനുശേഷം നമ്മൾ ഓരോ ബൈക്ക് ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ ഇങ്ങനെ നോക്കിക്കാണുന്നത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള നമ്മുടെ പഴയ പ്ലാനിങ്ങുകളിൽ നമ്മൾ ഒന്നത് ഇത് ഇപ്പൊ ഡിജിറ്റൽ മീഡിയയുടെ കാലമാണല്ലോ. അപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ മാക്സിമം അത് ഉപയോഗിക്കുക നല്ല രീതിയിലുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനൊരു ശ്രമമാണ് നമ്മളിപ്പോൾ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. ഒരു കൺസൾട്ടി സ്ഥാപനം. അപ്പൊ അത് അക്ഷയന്റെ ആണ് ഫുള്ളായിട്ട് കഴിഞ്ഞത്. അപ്പൊ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളതിന് കൂടെ വെക്കുന്നത്. അപ്പോൾ ഈ കൺസൾട്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കുറച്ച് ആൾക്കാരെല്ലാം അറിയായിരിക്കും, ഞാൻ ഓട്ടോമൊബൈലിന്റെ പരിപാടിയായിരുന്നു, മെക്കാനിക്കാണ് ഓൾറെഡി. അപ്പോൾ അവിടുന്ന് പിന്നെ സെയിൽസിലേക്ക് പോയി. അപ്പോൾ കാറിന്റെ പരിപാടിയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് പിന്നെ കോവിഡിന് ശേഷം പരിപാടി വിട്ടു, ഒരു ചെറിയ സിനിമയുടെ പരിപാടിക്കെല്ലാം പോയി.
അപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് എപ്പോഴും വണ്ടി തന്നെയാണ്. ഇപ്പോൾ വണ്ടിന്റെ കച്ചവടം പരിപാടികളായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബിജുവേട്ടൻ പണ്ടേ പറയുന്നുണ്ട് ഈ ഒരു യൂസ്ഡ് കാറിന്റെ പരിപാടി നമുക്ക് ഇവിടെ മയിൽ ടൗണിൽ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസിന്ന്. അങ്ങനെ അവസാനം നമ്മളത് ഇങ്ങനെ എത്തിയിട്ടില്ലേ. വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്. എല്ലാ അർത്ഥത്തിലും അത് ഏത് സമയത്തും എടുക്കുന്ന ഡിസിഷൻസിനെ 100% ചേർത്ത് പിടിച്ച് അതിന് പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ചർച്ചകളുണ്ടാവും, എന്നാലും അത് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി ബിജുവിന്റെ ലൈഫിലെ എല്ലാ തുടക്കങ്ങൾക്കും എല്ലാ ഐശ്വര്യങ്ങൾക്കും ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം ഒരു വൈഫിന് കൊടുക്കുന്ന സ്പേസും റെസ്പെക്റ്റും എന്ന് പറയുന്നത് അത് ബിജുവേട്ടൻ കൊടുക്കേണ്ടതല്ല, അത് നേടാനുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരാളാണ്. എല്ലാ ഭാര്യമാരും എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാണ്. ഒരാളൊന്ന് കൊടുത്തിട്ടല്ല അവർ വാങ്ങേണ്ടത്, അവരുടെ റൈറ്റ്സ് ആണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഞാനൊന്ന് റെസ്പെക്ട് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട റോൾ മോഡൽസ് ഇന്ന് ഏഷ്യയിലും ലോകത്തിലും ഒക്കെ ഇവരെ മറികടക്കാൻ ഇനി ആളുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളികൾ ഒരല്പം അഹങ്കാരത്തോടു കൂടെ പറയും ഇങ്ങനെ ഒരാളിന് വരണ്ട എന്നേ നമ്മൾ പറയൂ. കാരണം അതിനെല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള കുടുംബമാണ്. എന്റെ പ്രിയപ്പെട്ട കവിയെ ഞാൻ ഒന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. കവിക്ക് ഒരു ചെറിയ ഞെട്ടലുണ്ടാവും, കാരണം ഇത് ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചൊരു കാര്യമല്ല. ബട്ട് കവി ഞാൻ ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് കവിയെ വിളിക്കാതിരിക്കുക സ്റ്റേജിലേക്ക്? നിങ്ങളൊരു ഗംഭീര കൈഡി കൊടുക്കണം ഈ ഒരു സമയത്തേക്ക്. ബിജുവിന്റെ എല്ലാ സന്തോഷങ്ങളെയും ചേർത്ത് പിടിച്ചിട്ട് എല്ലാ ഹാപ്പിനെസ്സിലും കൂടെ നിൽക്കുന്ന ഒരാള്, നൂറുകണക്കിന് വീഡിയോസ് ചെയ്ത് ഇത് ഇനിയൊരു സ്റ്റോപ്പ് ഇടാം എന്ന് തീരുമാനിച്ച സമയത്ത് കവിയുടെ ഒറ്റ വാക്കിന്റെ പുറത്ത് ഇതുകൂടി ചെയ്യാൻ ബിജുവേട്ട, അല്ലെങ്കിൽ ഇതുകൂടി നമുക്ക് ഈ ഒരു വീഡിയോ കൂടി, അല്ലെങ്കിൽ ഈ ഒരു ബസ്സിൽ ഈ ഒരു ട്രാവലിൽ ഇതുകൂടി ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്ന് കവി പറഞ്ഞ ഒരൊറ്റ ഇടത്തു നിന്നാണ് ഈ ചരിത്രം തുടങ്ങുന്നത്. സോ അതുകൊണ്ട് കവി ഇതിനൊക്കെ ഡിസേർവ് ചെയ്യുന്ന ഒരാളാണ്. ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് എവരിബഡി. അത്രയും മതിയോ അല്ലെ? അവിടെ നിന്ന് ഇവിടെ വരെ അതെ, ഇതൊക്കെ തന്നെ ഇവിടുന്ന് തുടങ്ങിയതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ബിജുവിന്റെ ഈ ഐഡിയ ഒക്കെ എവിടുന്ന് കിട്ടുന്നു? ആ സ്ഥലം നിങ്ങൾ അന്വേഷിച്ച് ഇനി കഷ്ടപ്പെട്ട് മാപ്പിട്ട് എങ്ങും പോണ്ട, ഇവിടെയാണ്, ഇവിടെ നിന്നാണ് അത് വരുന്നത്. എന്റെ കവി ഇന്ന് നല്ല സുന്ദരി കുട്ടി, എപ്പോഴും അങ്ങനെയാണ്, പക്ഷെ ഇന്ന് നല്ല ഒരു ട്രഡീഷണൽ ലുക്കിൽ നല്ല രസമായിട്ടൊന്ന് വന്നിട്ടുണ്ട് എന്നത്തെ പോലെ തന്നെ. അപ്പൊ ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ക്യാരക്ടർ, ആ ഇന്നസെൻസ് ഞാൻ ഈ മൈക്ക് അങ്ങ് കൊടുക്കുകയാണ്. നിങ്ങൾ നല്ല കൈയ്യടി തന്നെ എല്ലാവരും പ്ലീസ്. എന്താ പറയണ്ടത്? എനിക്ക് എന്നെ പേടിയൊന്നും ചേട്ടാ വാ, ചേട്ടാ കൂടെ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയും. ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു ധൈര്യമാണ്, ചേട്ടൻ കൂടെ ഉണ്ടായ ഒരു ധൈര്യമാണ്. അപ്പോ എന്താ പറയണ്ടേ, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാരും നമ്മളെ കൂടെ നിൽക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടാ. എന്നാ പറയണ്ടേ, അച്ഛൻ ഇനി പാടാ. അപ്പോ ബിജുവേട്ടൻ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ നമ്മൾ ഒന്നിച്ചുള്ളത് എന്ന് പറഞ്ഞു. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞു. അന്നേരം കാണുന്നതിന്റെ ഇവരെ രണ്ടാളും ഒന്നിച്ചുള്ളത് കേട്ടാ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു പെങ്ങളായിട്ട് കൂടി ഓരോ എനിക്കൊരു ആങ്ങളായിട്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ടായിട്ട് നിൽക്കണം കേട്ടാ. താങ്ക് യു. ഇനി ഈ ഒരു സംരംഭം വലിയ വലിയ നിലകളിലെത്തുക, അവരുടെ ഡ്രീം എന്താണ്, അതിന് മുകളിലേക്ക് പോകട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും. അപ്പൊ ഇവരുടെയൊക്കെ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് അവരെ അറിയാം. ഒരുപക്ഷെ നേരിട്ട് നമ്മൾ കാണുന്ന ആദ്യമാണെങ്കിൽ പോലും എത്രയോ കാലങ്ങളായിട്ട് ആ ഫാമിലിയിലെയും അല്ലെങ്കിൽ അവരുടെ കൂടെയൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ വളരെ പ്രൗഡാണ്. ഒത്തിരി നേരത്തെ തന്നെ ഇവിടെ വന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇനോഗ്രേഷന്റെ ഭാഗമായാലും ഈ ഒരു സക്സസിന്റെ ഭാഗമായാലും നമ്മുടെ നാട്ടുകാരിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരിൽ ഒരാൾ, നമുക്ക് പ്രിയപ്പെട്ട ബ്രോ, എല്ലാ അർത്ഥത്തിലും അത് തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ അഭിമാനിക്കുകയാണെന്ന് എനിക്കറിയാം. എന്താ പറയുന്നത്? അതിന് ബിജുവേട്ടൻ ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിലാണ് ഞങ്ങളോട് ഇങ്ങോട്ട് ക്ഷണിച്ചത്. ബിജുവേട്ടൻ്റെയും അക്ഷയുടെയും പിന്നെ ബിജുവേട്ടൻ്റെ ഫാമിലി മൊത്തത്തിലുള്ള ഈ ഒരു KL Bros കൺസൾട്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി, ഈ ഒരു എന്താ പറയുക സ്ഥാപനം ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമാണ്. സത്യം പറഞ്ഞാൽ ഒരു റോൾ മോഡൽ തന്നെയാണ്, നേരത്തെ ശശിയേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാനും പഠിക്കുന്നുണ്ട്, ഞാനും അങ്ങനെ പലതും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. നന്ദി, നമസ്കാരം. സിംഗർ എന്നുള്ള നിലക്കാണ് എമി പരിചയപ്പെട്ടത്. എമിയെ ഞാൻ ഇന്നുള്ള പരിചയമല്ല, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ നിരവധി സ്റ്റേജുകളിൽ വെച്ചിട്ട് കണ്ടിട്ടുള്ള പരിചയമുണ്ട്. പക്ഷെ ഞാനിന്നിവിടെ നിൽക്കുന്നത് ഈ വാർഡിന്റെ മെമ്പർ എന്നുള്ള നിലക്കാണ്. അപ്പൊ എന്റെ വാർഡില് ബിജുവേട്ടന്റെ ഇങ്ങനെ ഒരു സംരംഭത്തിന് എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ ആശംസകളും. വളരെയധികം സന്തോഷം. നമ്മുടെ മയിൽ നാടിനെ ഇത്രയധികം ലോകം മുഴുവൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. സഹോദരന്മാരെ ഇവിടെ മയിൽ തവണ തുടങ്ങിയ ഈ സംരംഭം വളർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ അറിയപ്പെട്ട് നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തികൾക്കും ഒരുപാട് നന്ദിയുണ്ട്.
പിന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ സംരംഭം. നമ്മളെ അനിയൻ്റെ എന്ത് തന്നെ ആയാലും നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം. എന്തായാലും നമ്മൾ ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംരംഭം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ മാത്രമായി പ്രാർത്ഥിക്കുന്നത്. എല്ലാം അടിപൊളിയാവട്ടെ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇനോഗ്രേഷൻ പോകുമ്പോൾ സംസാരിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഓക്കെ, ഗുഡ്. നിതീഷ് ബ്രോ, രണ്ട് ബ്രോ ചേർത്ത് വെച്ച് മൂന്നാമതൊരു ബ്രോയെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതും ഇടവും വലവും. എല്ലാവർക്കും നമസ്കാരം. സ്റ്റേജിലൊന്നും അധികം കയറിയിട്ടില്ല. ഇനിയും കൂടുതൽ ഇവരെ വീഡിയോസിന് വന്ന ധൈര്യത്തിൽ വന്നതാണ്. നമ്മുടെ സുഹൃത്തുക്കളെ രക്ഷപ്പെടുക എന്നുള്ളത് ഇത് നല്ലൊരു വിജയമാവട്ടെ. എൻ്റെ കൂടെ തന്നെ നിൽക്കാനും പറ്റട്ടെ ആശംസിക്കുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കൂടി കിട്ടി. സോ ഹാപ്പി. താങ്ക് യു. നമുക്ക് വേണ്ടി നൽകുന്നുണ്ട്. ലോകത്തിൽ മാതൃകയാകുന്ന രീതിയിൽ ഏറ്റവും ക്വാളിറ്റി വർക്ക് നടത്തുന്ന പുതിയൊരു വിജയ സംരംഭത്തിന് നമ്മൾ തുടക്കം ലഭിക്കുന്നു. എല്ലാ സർവീസസും ഒരു കുട്ടിയിൽ ലഭ്യമാക്കിക്കൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ പരിപാടി നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ശാഖണ്ട് അതിനകത്ത് ശേഷം വീഡിയോ എടുത്തിന് എന്നും കിട്ടിയിട്ടുണ്ടാവാ നോക്കാം. നമ്മളെ എന്താ പറയുക, നമ്മളെ കൂടെ തന്നെ നമ്മളെ ഇതിൻ്റെ പണ്ടറായിട്ടുള്ള ഇവൻ്റ് ഓറ ടീമാണ്. 4 കല്യാണം വരെ ഒരേ സമയത്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഇവൻറ്റിൻ്റെ ടീമാണ് ഇവൻ്റ് ഓറ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ടില്ലാണ്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് ഷിഖിൽ ബ്രോ, അതുപോലെ തന്നെ ഇത് ശ്രീജൽ ബ്രോ വടകരയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബർത്ത്ഡേക്ക് നമ്മൾ ബർത്ത്ഡേ കണ്ടിട്ടുണ്ടാവും. ബർത്ത്ഡേ ഒരു ഒന്നൊന്നര പരിപാടിയായിരുന്നു. അത് മൊത്തം കളറാക്കി ഇവരായിരുന്നു എൻ്റെ സ്റ്റേജ് മൊത്തം. അതിന് മുമ്പ് നമ്മളെ സീമന്തം കവിൻ്റെ സീമന്തല്ല പാല് കൊടുക്കൽ ഇതുപോലത്തെ വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ചെയ്തിരിക്കുന്ന ഇവരാണ്. എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഇവൻ്റെ ഓറ നമ്മൾ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കും. അപ്പോൾ താങ്ക് യു ബ്രോ. ഈ ഒരു പരിപാടിയും കൂടി കളറാക്കി പിന്നെ ഒരുപാട് പരിപാടികൾ നമുക്ക് ഒരുമിച്ച് കളറാക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ വന്ന്. അപ്പോൾ ഇവരെ ഏച്ചിമാരെല്ലാവരും ഉണ്ട് കേട്ടോ. കവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓഫീസിൽ നിന്ന് കാണാം. ഓഫീസിൽ കാര്യമായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു ഷൂട്ടിംഗ് നടക്കുന്നു ഓഫീസിനുള്ളിൽ. ദീപു ബ്രോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ദീപുവിൻ്റെ സഹധർമ്മിണി നിതീഷ്, അതുപോലെ നമ്മളെ സായിജുണ്ട്, സായിജ് അനുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബോസ് മിത്രോ ഉണ്ട്. മിനി പതിവിൽ കൂടുതൽ സുന്ദരിയായിട്ട് മിനിയുണ്ട്. പറയാം. താങ്ക് യു ശരി ബ്രോ. എല്ലാവരും പറ്റിയിട്ട്
നമ്മള് വാവ വന്നേരം മുന്നോട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടാ. ഞാൻ കുറെ എണീപ്പിക്കാൻ നോക്കി. ഈ ഇതാണ് പരിപാടി. ഇവൻ പിന്നെ എന്നെ കഷ്ടപ്പെടാനല്ല പിള്ളേരെ എണീപ്പിക്കുക. എന്താ ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഈ നിമിഷത്തിൽ പറയാൻ വാക്കുകളില്ല. അതാണ് സത്യം പറയാനുള്ളത്. പിന്നെ പറയണമെന്നാണെങ്കിൽ ഒരുപാട് സന്തോഷം. നമ്മൾ ഓഫീസ് ഒന്ന് കാണാം. നമ്മൾ ഇന്നലെ കാണിച്ച സമയത്ത് ഇങ്ങനെയല്ല കാണിച്ചത്. ഇതിൽ ഫുള്ളായിട്ടൊന്നും ആയിട്ടുണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് വിശദമായിട്ട് കാണാം. ഇപ്പോൾ പുറത്ത് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു വഴിക്ക് ഇങ്ങനെ നീങ്ങുന്നുണ്ട്. നമ്മൾ സ്റ്റേജ് വീഡിയോ ഉണ്ടായത്. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഇത് കുറച്ച് ഹൈറ്റുള്ളൊരു ചെയറാണ്. ഇത് നമ്മൾ സാധാരണ ഇവിടെ ഇരിക്കുന്ന ചെയറാണ്. അതിങ്ങോട്ടേക്ക് വന്നെയാണ്. ഇതൊരു ചെയർ മസ്റ്റാണ്. നമുക്ക് എവിടെ അങ്ങനെ നമ്മൾ കണ്ടില്ല. ഭയങ്കര ഇഷ്ടമുള്ള സംബന്ധം ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സോഫ വന്നു. 3-4 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന സോഫയാണ്. ഇത് ബുക്ക് വെക്കാന്ന് വേണ്ടി അക്ഷയ് പ്രത്യേകം പറഞ്ഞ് പഠിപ്പിച്ചാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ബുക്കൊന്നും വന്നിട്ടില്ല. വരും അപ്പോൾ ബുക്ക് വരും. അപ്പം നമ്മളെ സീറ്റ് നല്ല ഹോട്ട് സീറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മളാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ കവി ഇത് ചിലപ്പോൾ കാണുന്നേക്കും. നമ്മൾ ആണുങ്ങൾ ഇതെല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇന്നലെ രാത്രി വന്നിട്ട് കവിയും പിന്നെ നമ്മളെ അച്ഛനെ ഫുൾ ചെങ്ങ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളെല്ലാം എല്ലായിടത്തും നന്ദി പറയുന്നേ. എല്ലാവരും എടുത്തു. ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തർ എടുത്തു. അങ്ങനെ അവരെല്ലാവരും വന്നുകൊണ്ടാണ് നമ്മളെ ഒറ്റക്കാവില്ല പൊളിച്ചവരെ എല്ലാവരും എടുത്തു. എല്ലാവരും എടുത്തു കേട്ടോ. ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇത് കണ്ട ഈ ഒരു ചെടി എൻ്റെ ഇപ്പോൾ ഭാഗമായിട്ട് വന്നു. പിന്നെ ഇതിന് മേലെ വെക്കാൻ ഇങ്ങനെ ഒരു സാധനം, ഇവിടെ ഒരു ചെടി, ഇതിനകത്ത് കുറേ എന്തെങ്കിലും അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് പരിപാടികൾ. പിന്നെ നമുക്ക് കാണാം. പിന്നെ ഈ ഫോട്ടോസ് ഉണ്ടാ നമ്മൾ തന്നെ സെലക്ട് ചെയ്തെടുത്ത ഫോട്ടോസാണ്. സൈക്കിള്, ഇത് ആ ബൈക്ക്, അങ്ങനെ മൊത്തത്തിൽ ഓഫീസ് ഒരു അടിപൊളി. നമ്മളെന്നെ അപ്പുറം ഇപ്പുറം പ്ലാൻ ചെയ്തെടുത്തേട്ടാ. നമ്മൾ ആദ്യമായിട്ട് ആയിരിക്കും നമ്മൾ ഇതെങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇയർ റൂം കയറുന്നില്ലല്ലോ. എങ്ങനെയാ പ്ലാൻ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ തുടങ്ങി 20 ദിവസം കൊണ്ട് നമ്മള് പിന്നെ കറണ്ട് കിട്ടാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. ഇല്ലെങ്കിൽ പെട്ടെന്നാവുകയും എന്നിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തേട്ടാ. ഇതില് ഭയങ്കര സംഭവം ഒന്നും അല്ലെങ്കിലും നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്നത് വീടിനെടുത്തിട്ട് നമ്മള്. പക്ഷെ ഇങ്ങനെ ഒരു ഓഫീസ് ഇല്ല ക്ലാസ് പക്ഷേ 5 ദിവസം അങ്ങനെ ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഇത് ശരിക്കും ഒരാഴ്ച കൊണ്ട് നമ്മൾ തീർക്കുകയാണ്. പിന്നെ പെയിന്റിന്റെ അവര് ഓരോരോ ആൾക്കാർക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ തന്നെ സ്വയം പറയുന്നതല്ല, പൊതുവെ നല്ല രസമായിരുന്നു കേട്ടോ. ഒരു ഓഫീസിന്റെ ഇത് പലകൊലായിട്ട് ഉള്ളത് അത് പറഞ്ഞു സത്യം. ഇതെല്ലാം എന്ന് പറഞ്ഞാല് നമ്മളീ വീഡിയോയിലെ ഓരോരുത്തരും നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ്. ഓരോരുത്തരും ഇപ്പോൾ അക്ഷയനെ വിശ്വാസം വീട്ടിൽ കണ്ടില്ലെങ്കിൽ അച്ഛയോടെ എല്ലാവരും നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഒരുമിച്ച് തന്നെ ഉണ്ട്. ഓരോ ചെറിയ വരും. പിന്നെ നമ്മൾ പ്ലാനിങ്സ് പരിപാടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കിലുണ്ട്. ഇതിലും വലിയൊരു പരിപാടിയും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വലിയൊരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ എത്രയോ നാളുകളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് വരും. അത് നടക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മളെ കുടുംബത്തിനോട് ഓരോരുത്തരോടും നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇവിടെ വന്നവരോടും നമ്മൾ ഈ കാണുന്നവരോടും നമ്മൾ ഓരോരുത്തരോടും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇവൻ്റെ ഒരു പുതിയൊരു തുടങ്ങാണ്. ഇതിന് ഒരുപാട് ബിസി ആയിരിക്കും. ശരിയാണ് സത്യം. ബിൽഡേഴ്സിന്റെ ഇപ്പം തന്നെ ബുക്കിംഗ് വന്നു കേട്ടോ. അത് നമ്മളോട് പറയുന്നു. നമ്മള് അപ്പോ വർക്കാട്ടെ നമ്മളോട് മിണ്ടണം കേട്ടാ. വളരെ ശ്രദ്ധിക്കുക. ഓഫീസ് പറഞ്ഞാല് നീ അത് ഒരു ഇതല്ലേ നമ്മൾ ഏൽപ്പിക്കുക. ഇതെന്താണ് സംഭവം? ചില കേസുകളിൽ അങ്ങനെയുണ്ട്. പറഞ്ഞാൽ കേൾക്കാത്ത ചില ടീമുണ്ട്. അവരങ്ങനെ റിസോർട്ടിൽ കണ്ടിട്ടേയില്ല. അടിപൊളിയായിട്ടാ റിസോർട്ടിന്റെ കുപ്പായോ ഡ്രസ്സെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇറങ്ങിപ്പോയിനാ പരിപാടിക്ക്. ഇവിടെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു. മറ്റേ പാട്ടില്ലേ നാട്ട് എന്റെ ഇതല്ലേ കവിത പോയിച്ചേ. അല്ല പോയാ നല്ലൊരു പാട്ടായിരുന്നു.
അല്ലേ നമ്മളെ ഉപദേശക സമിതിയിലുള്ള ആളാണ് നമ്മളെ നിശ. നമ്മളെ ബാക്കിൽ നിന്ന് ഉപദേശം എടുക്കരുത്, തരും എടുക്കൂല നമ്മളെ. ലാലാണ് കേൾക്കണം, അത് തരുന്നു. പിന്നെ നമ്മളെ ബാക്കി എല്ലാ ഫ്രണ്ട്സും നമ്മളെ കൂടി ഇല്ല കേട്ടോ. എല്ലാവരും നമ്മളെ കൂടെ തന്നെ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഇല്ല. എല്ലാവരും ഓരോ ബൈക്കാന്നല്ല, പുറത്തും കാര്യമില്ലാണ്. ആരെ കാണാനായിട്ട് ചിലപ്പോൾ ചോദിക്കുവാരല്ലേ അവിടുത്തെ. ഇവർ നമ്മളെ നാട്ടിലില്ലായിട്ട് കേട്ടാ, ഉണ്ടെങ്കിൽ അവരും കൂടി ഈ പരിപാടിക്ക് ഉണ്ടാകേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചേർത്ത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും മതി നമ്മൾ ചെങ്ങായിമാർ. സംഗീതത്തിന് കുറവുണ്ട്, സായി ചട്ടിയിലുണ്ട്. വന്നു നമ്മളൊരു പുതിയ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിനു മുമ്പ് എപ്പോൾ നമുക്ക് സപ്പോർട്ട് ഉണ്ട്, എന്നാലും കൂടുതൽ എന്ന് വെച്ചാൽ ഇതൊരു സപ്പോർട്ട് മാത്രമല്ല, ഇത് നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഇതുവഴി ക്ലിയർ ചെയ്യാന്നുള്ളത്. നിങ്ങൾ നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതിൽ നമുക്ക് നിങ്ങളെയും ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അല്ലേ. എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മളെല്ലാ ടീമുമായിട്ടും കോർഡിനേറ്റ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ A to Z പറഞ്ഞു കൊടുക്കുന്നത്. കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അതിലൊന്നും കൂടി പറയാം, നമ്മളെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ പിന്നെ ഇവൻറ്റ്സ് മാനേജ്മെൻറ്റ്, കാറ്ററിംഗ്, അതുപോലുള്ള പരിപാടി നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഫംഗ്ഷനുകളും, കല്യാണം, ബർത്ത്ഡേ, പിന്നെ ഹൽദി, അതുപോലുള്ള എല്ലാ പരിപാടികളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബിൽഡേഴ്സ്, കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ്, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നിങ്ങൾക്കൊരു വീട്, സ്വപ്നഭവനം ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഓഫീസ് നിങ്ങൾ അങ്ങനെ താല്പര്യപ്പെടുന്നവരായിരിക്കും, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും, ബിൽഡേഴ്സ്, കൺസ്ട്രക്ഷൻ എല്ലാ പരിപാടിയും ഉണ്ട്. അതിൽ നമുക്ക് പ്രഗത്ഭരായിട്ട് നമ്മളെ ജില്ലയിൽ തന്നെ ഇതായിട്ടുള്ള നമ്മളെ ടീംസാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈറ്റ് ലിസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ അന്നേരം നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് അറിയിക്കാം. അതുപോലെ തന്നെ നമ്മളെ ടൂർസ് ആൻഡ് ട്രാവൽസ്, ലോകത്ത് എവിടെയും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളെ ടീംസ് തന്നെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും നിങ്ങൾക്ക് അന്വേഷിക്കാം. നമ്പറും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ കൊടുക്കും. അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റോറി ആയിട്ടും നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ചാനലും കൂടി ഇതിൻ്റെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഡീറ്റെയിൽസ്, വണ്ടിയുടെ പരിപാടി, അതിൻ്റെ കൂടെ തന്നെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യത്തിനും നമ്മളെ കോൺടാക്ട് ചെയ്യാം. വണ്ടി എന്ന് പറഞ്ഞാൽ പഴയ വണ്ടികൾ വാങ്ങാനും നിങ്ങൾക്ക് വാങ്ങാനുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, അതിൽ ഏത് എടുക്കണം എന്നുള്ള പല കമ്പനികളുണ്ട്, പല ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഏതാ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളതിനൊരു ഉത്തമ ഒരു എന്താ പറയുക ഒരു സൊല്യൂഷൻസ്. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ പരിപാടികൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വഴി നമ്മൾ അറിയിക്കാം. എന്തായാലും ഇതിൽപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങളായിട്ട് ബന്ധം എന്തെങ്കിലും നിങ്ങളിപ്പം ഇതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇന്നത്തെ വീഡിയോ നമ്മൾ കൊടുക്കാം. അപ്പോൾ അക്ഷയനെ കൈകാര്യം ചെയ്യാം. അപ്പോൾ വാട്സപ്പ് നമ്പർ അതുപോലെ തന്നെ ഡീറ്റെയിലൊക്കെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വന്നു കേട്ടോ, ഓരോ എല്ലാവരും, അതിൽ മിഡ്മേരി ആയാലും സനീമോൻ ആയാലും ബ്ലോഗ് 4 സജീഷ് രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും, അതുപോലെ തന്നെ ശശിയാട്ടൻ, കുറേ പേര് പേരെന്ന് പറയുന്നില്ല, സായുജി, നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഓരോ ആൾക്കാരും, ശശിയാട്ടൻ, നമ്മളെ ആയാലും നമ്മൾ ഓരോരുത്തരും നമ്മളെ ഇടത്തേക്ക് വന്നു. ഫാമിലിയിൽ അതെ, നമ്മളൊരു കല്യാണത്തിനുള്ള നമ്മളൊരു ഉണ്ടാകുന്നൊരു ഒരു സംഭവമാണ്. എല്ലാവരും വന്നു, അനുഗ്രഹങ്ങൾ വന്നു. അപ്പോൾ അക്ഷയാൻ നമ്മൾ ഇതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയെടുത്തുള്ള പരിപാടികൾ ഉണ്ടാവുക. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്യും, അക്ഷയനെ കിട്ടും. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അക്ഷയൻ്റെ കാര്യങ്ങൾ സൊല്യൂഷൻ ഉണ്ടാവും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കാര്യത്തിൽ